മോട്ടിവേഷൻ ലീഡർഷിപ്പ് സ്പീക്കറായ റിയാസ് ഹക്കീം സാർ പറയുന്ന ഈ കഥ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ദുബായിൽ ക്രൈസിസ് സമയത്ത് ഒരു ബിസിനസ് ചെയ്താണ്. അവിടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ഡബിളായി. ഒരു കമ്പനിയിൽ ഇതേപോലെ കുറെ ആളുകളെ പറഞ്ഞു വിടണം. അപ്പൊ HR ഇതേപോലെ മെയിലൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോ ചെയർമാൻ പറഞ്ഞു മെയിലൊന്നും അയക്കണ്ട. ഈ ഒരു പ്രതിസന്ധിയിലും അദ്ദേഹത്തിന്റെ എംപ്ലോയീസിനെ കൈവിടാതെ ചേർത്ത് പിടിക്കുകയാണ്. അമ്പരപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹം അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതിന്റെ ബാക്കി ഭാഗം ഒന്ന് കണ്ടു. എല്ലാരും ഓഫീസിൽ വിളിക്കാൻ പറഞ്ഞു. എല്ലാരും ഓഫീസിൽ വിളിച്ചു. എന്നിട്ട് ചെയർമാൻ പറയാ അതൊക്കെ കുറെ വർഷമായിട്ട് എന്റെ കൂടെ പണിയെടുത്തവരാണ്. ഇപ്പൊ നമ്മളൊരു പ്രതിസന്ധിയിലാണ്. ഈ ഓവർ ഹെഡ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ പറയും. എനിക്കിതിൽ ഒരാൾ പോലും ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. കാരണം നല്ല കാലം വന്നപ്പോ കൂടെ നിന്നവരാ നിങ്ങളൊക്കെ. ഒരു മോശ സമയം വരുമ്പോ നിങ്ങളെ തട്ടി പുറത്താക്കാൻ എനിക്ക് പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറ്റർഡേ സൺഡേ അവധിയുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അതിലൊരാൾ പറഞ്ഞു, സാർ ഞങ്ങൾ സാറ്റർഡേയിലും കൂടെ വർക്ക് ചെയ്താലോ. പക്ഷെ എന്നാൽ ഈ പ്രശ്നം തീരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങൾ സൺഡേയും കൂടെ വർക്ക് ചെയ്യാം, സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതിലൊരാൾ പറയാണ്, സാർ നമ്മൾ 15 ദിവസമേ സാർ ഞങ്ങൾ വർക്ക് ചെയ്യാം, 15 ദിവസം ഞങ്ങൾ എന്നാൽ വർക്ക് ചെയ്യുന്നില്ല. അതിനോടൊപ്പം അദ്ദേഹം 15 ദിവസം ജോലി ചെയ്യിപ്പിക്കാനും 15 ദിവസം അവരെ ദുബായ് കാണിക്കാനുമാണോ ആഗ്രഹിക്കുന്നത്? ഒരു തരത്തിലും അവർ ഈ ദുബായിയുടെ ഭംഗി ആസ്വദിക്കാത്ത സ്റ്റാഫുകൾ, ഇന്നേ വരെ ജോലിയിൽ കയറിയതിനു ശേഷം ഒരു സ്ഥലം പോലും വിസിറ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. അവർക്ക് ദുബായ് കാണിക്കാനുള്ള ഒരു അവസരം, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അവർ കൊടുക്കുകയാണ്. അപ്പൊ ഈ ചെയർമാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 15 ദിവസം നമുക്ക് ദുബായ് കറങ്ങിയാലോ. ഈ മനുഷ്യന്മാരൊന്നും ദുബായ് കണ്ടിട്ടില്ല. അങ്ങനെ ചെയർമാനും ഈ മക്കളും കൂടെ തീരുമാനിക്കുക, എന്താ 15 ദിവസം ദുബായ് ട്രിപ്പ്. 15 ദിവസം ജോലി ചെയ്താൽ മതി. അടുത്ത 15 ദിവസം ഈ ട്രിപ്പിന് പോയവര് ജോലിക്ക് വരും, ജോലിക്ക് പോയൊരു ട്രിപ്പിന് പോകും. അതിനകത്ത് കുറച്ച് ആൾക്കാരെ നാട്ടിൽ 2-3 വർഷമായിട്ട് നാട്ടിൽ പോകാത്ത എംപ്ലോയീസിന് അവരുടെ മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും കാണാനുള്ള ഒരു അവസരവും അവരോട് സന്തോഷത്തിൽ പറയാണ്, നിങ്ങൾ ഒരു 3 മാസം അടിച്ചു പൊളിച്ചു വായോ, അതിനുശേഷം നമ്മൾക്ക് നോക്കാം എന്നുള്ളത്. എത്ര സ്നേഹത്തിന്റെ ഉടമയാണ് ആ ചെയർമാൻ. ആ ഒരു വ്യക്തി നല്ല ഒരു മനസ്സിന്റെ മാതൃകയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, കുറെ നാളായിട്ട് നാട്ടിൽ പോകാത്തവരെ സെലക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 3 മാസം പോയി ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ കൂടെ പോയി നിൽക്കി, നിങ്ങൾ നാടൊക്കെ ഒന്ന് എൻജോയ്. അല്ലാതെ ജോലിക്ക് പറഞ്ഞു വിടുക അല്ല ചെയ്തത്. ദുബായിൽ ക്രൈസിസ് സമയത്ത് ഒരു ബിസിനസ് ചെയ്താണ്. അവിടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ഡബിളായി. HR ഒരു ഇമെയിലിൽ തീർക്കേണ്ട ഒരു വിഷയത്തെ ഒരു ചെയർമാൻ വന്നിട്ട് നെഞ്ചോട് പിടിച്ച് ഹൃദയം കൊണ്ട് ഇമോഷൻസ് മാനേജ് ചെയ്ത് മെന്റലി സ്ട്രോങ് ആയപ്പോ അവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ടായി. ആ സ്ട്രാറ്റജിയിൽ അവരിപ്പോ പെർഫോമൻസിൽ നെറ്റ്സ് ലെവലിൽ പോയി, പ്രൊഡക്ടിവിറ്റി കൂടി, അവരുടെ സെയിൽസ് ഡ്രോപ്പ് ആയില്ല. ഞാൻ പറയുന്നത്, നമുക്ക് ലേ ഓഫ് ഇല്ല വേണ്ടത്, കട്ട് ഓഫ് അല്ല വേണ്ടത്, നമുക്ക് സ്ട്രാറ്റജി വേണം. ഇങ്ങനത്തെ മൾട്ടിപ്പിൾ സ്ട്രാറ്റജികൾ നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരണം. ലാഭക്കൊതി മൂത്ത ചില ഓണർമാർ അല്ലെങ്കിൽ ചില ബോസുമാർ അവർ ജീവനക്കാരെ വെറും ഒരു യന്ത്രം മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തപ്പെടുത്തുന്നത് ഇതുപോലുള്ള മനുഷ്യ സ്നേഹികളായിട്ടുള്ള ബോസുമാരുടെ ആശ്വാസപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളുമാണ്. അതുപോലെ തന്നെ ഈ എംപ്ലോയീസിന്റെ സംരക്ഷണവും സുരക്ഷിതത്വവുമാണ് ഒരു സ്ഥാപനത്തിന്റെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാഭത്തെക്കാൾ വലുതാണ് മനുഷ്യത്വം. നല്ലൊരു ബോസ് നല്ലൊരു വഴികാട്ടിയും നല്ലൊരു ലീഡറുമാണ്. അല്ലാതെ ഭരിക്കാൻ മാത്രം അറിയുന്ന ഒരു വ്യക്തി മാത്രം ആയി മാറാൻ പാടില്ല. ഞങ്ങൾ അടിമകളല്ല സാർ, ഞങ്ങൾ മനുഷ്യരാണ്. മനുഷ്യത്വത്തെ നിങ്ങൾ കാണണം. എന്തൊക്കെ പറഞ്ഞാലും റിയാസ് ഹക്കീം സാർ പറയുന്നത് പോലെ തന്നെ ആ ഒരു ചെയർമാന്റെ അല്ലെങ്കിൽ ആ ഒരു ബോസിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അത്രയും കുടുംബങ്ങളെ അവർ സംരക്ഷിച്ചു. നമ്മൾ ആലോചിക്കുക, ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളല്ല സാർ ഞങ്ങൾ. ഇത് ചില്ലറക്കാരന്റെ ചില്ലറ കാര്യങ്ങൾ മാത്രം.